നിങ്ങൾ ഏത് ദിക്കിലേക്കായാലും വീട് വെക്കുന്നത് ഓരോ ദിക്കിനും അതിൻ്റേതായിട്ടുള്ള മഹത്വമുണ്ട്. എന്നാൽ ഏത് ദിക്കിൽ വീട് വെക്കുകയാണെങ്കിലും ഏത് ഭാഗത്തേക്കാണ് നിങ്ങൾ ദർശനം എന്നുള്ളതിനുള്ള അടിസ്ഥാനപ്പെടുത്തിയല്ല നമ്മൾ വാസ്തുശാസ്ത്രത്തിൽ പറയുന്നത് പോലെയുള്ള ഓരോ സ്ഥാനങ്ങളിലും ഓരോ കാര്യങ്ങൾ വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതായത് പ്രത്യേകിച്ച് നമ്മുടെ അടുക്കള, അതുപോലെ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം, അതുപോലെ ടോയ്ലറ്റ്, കുട്ടികളുടെ പഠനമുറി, അത്തരത്തിലുള്ള പ്രധാന ഭാഗങ്ങൾ അതാത് വാസ്തുശാസ്ത്ര നിയമം പറയുന്ന ആ രീതിയിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വാസ്തുശാസ്ത്രത്തിൻ്റെ വാസ്തുവിൻ്റെ നല്ലൊരു ആനുകൂല്യവും ഗുണവും തീർച്ചയായും അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനിയിപ്പോൾ ഓരോ ദിക്കിനും അതിൻ്റേതായുള്ള പ്രത്യേകത ഉണ്ടെന്നിരിക്കെ ഓരോ ദിക്കിനും അതിൻ്റേതായിട്ടുള്ള അനുഭവങ്ങൾക്ക് മാറ്റമുണ്ടാകും എന്നുള്ളത് പറഞ്ഞുകൊള്ളട്ടെ. കിഴക്ക് ദിക്കിലേക്ക് വീട് വെക്കുന്ന അനുഭവമായിരിക്കില്ല പടിഞ്ഞാറ് ദിക്കിലേക്ക്, ആ ദിക്കിൽ വീട് വെക്കുന്നവർക്കുള്ള അനുഭവമായിരിക്കില്ല തെക്ക് ദിക്കിലേക്ക്, ആ ദിക്കിൽ വീട് വെക്കുന്ന അനുഭവമായിരിക്കില്ല വടക്ക് ദിക്കിലേക്ക്. പക്ഷേ അതെല്ലാം പ്രത്യക്ഷത്തിലും അല്ലെങ്കിൽ നമ്മളെ ജീവിതത്തിലും പലതരത്തിലുള്ള വ്യതിയാനങ്ങൾ ഉണ്ടാക്കും. എങ്കിലും മറ്റുള്ളതിൻ്റേതായിട്ടുള്ള സ്ഥാനങ്ങളിൽ ഓരോ സ്ഥാനങ്ങളിലും അത് വരേണ്ടതായിട്ടുള്ള രീതിയിൽ തന്നെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ എല്ലാ തരത്തിലുള്ള ഗുണഗണങ്ങളും നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. തീർച്ചയാണ്. അതുകൊണ്ട് വാസ്തു നിയമങ്ങൾക്കാണ് പ്രാധാന്യം. അതുപോലെ തന്നെ നിങ്ങൾ ഏത് ദിക്കിലേക്കായാലും വീട് വെക്കുന്നത് ഓരോ ദിക്കിനും അതിൻ്റേതായിട്ടുള്ള മഹത്വമുണ്ട്. എന്നാൽ ഏത് ദിക്കിൽ വീട് വെക്കുകയാണെങ്കിലും ഏത് ഭാഗത്തേക്കാണ് നിങ്ങൾ ദർശനം എന്നുള്ളതിനുള്ള അടിസ്ഥാനപ്പെടുത്തിയല്ല നമ്മൾ വാസ്തുശാസ്ത്രത്തിൽ പറയുന്നത് പോലെയുള്ള ഓരോ സ്ഥാനങ്ങളിലും ഓരോ കാര്യങ്ങൾ വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതായത് പ്രത്യേകിച്ച് നമ്മുടെ അടുക്കള, അതുപോലെ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം, അതുപോലെ ടോയ്ലറ്റ്, കുട്ടികളുടെ പഠനമുറി, അത്തരത്തിലുള്ള പ്രധാന ഭാഗങ്ങൾ അതാത് വാസ്തുശാസ്ത്ര നിയമം പറയുന്ന ആ രീതിയിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വാസ്തുശാസ്ത്രത്തിൻ്റെ വാസ്തുവിൻ്റെ നല്ലൊരു ആനുകൂല്യവും ഗുണവും തീർച്ചയായും അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനിയിപ്പോൾ ഓരോ ദിക്കിനും അതിൻ്റേതായുള്ള പ്രത്യേകത ഉണ്ടെന്നിരിക്കെ ഓരോ ദിക്കിനും അതിൻ്റേതായിട്ടുള്ള അനുഭവങ്ങൾക്ക് മാറ്റമുണ്ടാകും എന്നുള്ളത് പറഞ്ഞുകൊള്ളട്ടെ. കിഴക്ക് ദിക്കിലേക്ക് വീട് വെക്കുന്ന അനുഭവമായിരിക്കില്ല പടിഞ്ഞാറ് ദിക്കിലേക്ക്, ആ ദിക്കിൽ വീട് വെക്കുന്നവർക്കുള്ള അനുഭവമായിരിക്കില്ല തെക്ക് ദിക്കിലേക്ക്, ആ ദിക്കിൽ വീട് വെക്കുന്ന അനുഭവമായിരിക്കില്ല വടക്ക് ദിക്കിലേക്ക്. പക്ഷേ അതെല്ലാം പ്രത്യക്ഷത്തിലും അല്ലെങ്കിൽ നമ്മളെ ജീവിതത്തിലും പലതരത്തിലുള്ള വ്യതിയാനങ്ങൾ ഉണ്ടാക്കും. എങ്കിലും മറ്റുള്ളതിൻ്റേതായിട്ടുള്ള സ്ഥാനങ്ങളിൽ ഓരോ സ്ഥാനങ്ങളിലും അത് വരേണ്ടതായിട്ടുള്ള രീതിയിൽ തന്നെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ എല്ലാ തരത്തിലുള്ള ഗുണഗണങ്ങളും നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. തീർച്ചയാണ്.